ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാർബിൾ കേക്കാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഈ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് മൈദയാണ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി നമുക്ക് ആവശ്യം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മളിപ്പം 3-4 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇനി മുട്ട ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം ബീറ്റ് ചെയ്യുന്ന വേണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പം നമ്മുടെ വാനില എസൻസ് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട കിട്ടിപ്പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയുടെ മഞ്ഞ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ച് വെച്ച് നന്നായിട്ട് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്യണം. കുറേ നേരം നമുക്ക് പറ്റുവാണെങ്കിൽ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/4 കപ്പ് എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി ബാറ്റർ ഉണ്ടാക്കാനുള്ള സമയമാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിരിക്കുന്ന ഇത് നമുക്കിനിയിപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ട് ചേർക്കണം. കുറച്ചായിട്ടേ ചേർക്കാവുള്ളൂ. ഇനി നമ്മളിത് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലാണ് ചേർക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യണം, കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മളിപ്പം ഇതിനകത്തുനിന്ന് ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് വാനിലയ്ക്കും ഇതിന് നമ്മൾ ചോക്ലേറ്റിനുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് ഇതിനകത്തുനിന്ന് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് ബാറ്റർ ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരിച്ച് നമ്മുടെ ചോക്കോ പൗഡർ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്റർ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് പാലൊഴിക്കണം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഒഴിക്കാം. ആദ്യം കുറച്ച് ഇത് ചേർക്കുക, വാനില ബാറ്റർ ചേർക്കുക.
നമുക്ക് ഇതിനകത്തോട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്റർ എടുക്കാം. ഇത് നമുക്ക് വാനില ഒഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഈ സ്കൂളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ എയർ ബബിൾസും പോകും, പിന്നെ നമുക്ക് നല്ല ഡിസൈനും കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്ക് 35 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 180 ഡിഗ്രിയിലാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ ഓവനിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.